ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 2 ശ്ലോകം 6 ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദബാഷ്പ വിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ ശ്രീഹരേ നമഃ. ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹരം. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന സൗഭാഗ്യമാകുന്ന പുതിയ അമൃതത്തിന് ഉറവിടവും പരഛിദ്രസായനമയം പരബ്രഹ്മ രസായനവും ചേതോഹരം ത്വരൂപം മനോഹരവുമായ നിന്തിരിയുടെ സ്വരൂപം ശൃണ്വതാം മതിം സദ്യ കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് പ്രേരയതേ പ്രേരിപ്പിക്കുകയും അവരറിയാതെ തന്നെ പ്രേരിപ്പിക്കുകയും മതയതേ മതിപ്പിക്കുക ആനന്ദവിവശരാക്കുകയും അംഗകം രോമാഞ്ചയതി ദേഹം മുഴുവൻ ആനന്ദം കൊണ്ട് രോമാഞ്ചമണിയിക്കുകയും ആനന്ദമൂർച്ഛോദ്ഭവേഹി അടക്കാനാവാത്ത ആനന്ദരസം കൊണ്ടുണ്ടാകുന്ന ശീതബാഷ്പ വിസരേഹി കുളിർത്ത കണ്ണീരിൽ ആറാടിക്കുകയും വ്യാസിഞ്ചബീതി അഭി ചെയ്യുന്നു. ശ്രവണം മനനം തുടങ്ങിയ പൂർവ്വസ്വരൂപവും ആനന്ദബാഷ്പം പുളകം മുതലായ ബാഹ്യഭാവങ്ങളും കൊണ്ട് ഉത്തമ ഭക്തിയുടെ സ്വരൂപത്തെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഉത്തമ ഭക്തന്മാർക്ക് അറിയാതെ തന്നെ അവർക്ക് ആനന്ദ കണ്ണുനീരുണ്ടാകുന്നു. അതുപോലെ ദേഹത്തിൽ രോമാഞ്ചം ഉളവാകുന്നു. ഇങ്ങനെ മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും പരമാനന്ദരസം നിറഞ്ഞതും ചേതോഹരങ്ങളായ അങ്ങയുടെ സ്വരൂപം അതിനെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവർ ആനന്ദ പരവശരും രോമാഞ്ച ശരീരികളായി തീർന്ന് ആനന്ദമൂർച്ചയിൽ ഉത്ഭവിച്ച തണുത്ത കണ്ണുനീർ പ്രവാഹത്താൽ സ്വയം നനയ്ക്കപ്പെടുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. മൂർഖനോ ശ്രീഹരി തിരുമേനിജി എഴുതിയ നിഴൽ നാരായണീയം എന്ന പദ്യ ഭാഷയിലെ 4 വരികൾ ഇവിടെ പാരായണം ചെയ്യുന്നു. മനോജ്ഞമാം ആനന്ദത്തെ നൽകുന്നതാം നിൻ സ്വരൂപം കേൾപ്പവർ തൻ മനസ്സിനെ ആകർഷിക്കുന്നു. രോമാഞ്ച ശാരീരികളായി മാറിയിടുന്നു ഭക്തജനം കണ്ണുനീരിൽ സ്വയം നനഞ്ഞാനന്ദിക്കുന്നു. ശ്രീഹരേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.